കടുത്ത വിഷപ്പുകമഞ്ഞ് ഡൽഹിയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ദൃശ്യപരിധി കൂപ്പുകുത്തിയതോടെ വ്യോമ റെയിൽ ഗതാഗതം താറുമാറായി. ഇതുവരെ 200-ലധികം വിമാനങ്ങളാണ് വൈകിയത്. നിരവധി ട്രെയിനുകളും വൈകി ഓടുന്നു. അന്തരീക്ഷ മലിനീകരണവും അതിരൂക്ഷമായി തുടരുന്നു. ഡൽഹിയിലെ കനത്ത പുകമഞ്ഞിനെ തുടർന്ന് വ്യോമഗതാഗതം താറുമാറായി. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 40 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 4 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. 200ഓളം വിമാനങ്ങൾ വലിയ തോതിൽ വൈകിയിട്ടുണ്ട്. അതും ശരാശരി 110 മിനിറ്റിലധികമാണ് ഈ വിമാനങ്ങളെല്ലാം വൈകിയത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി വിമാനത്താവള അധികൃതർ നൽകിയിരുന്നു. മാത്രമല്ല, യാത്രക്കാരോട് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നോക്കിയ ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടാൽ മതി എന്ന നിർദ്ദേശമാണ് നൽകിയത്. പലയിടത്തും ഡൽഹിയിൽ രാവിലെ മുതൽ തന്നെ ദൃശ്യപരിധി 0 വിമാനത്താവള പരിസരത്തെല്ലാം തന്നെ വളരെ കുറച്ച് ദൃശ്യപരിധി മാത്രമായിരുന്നു ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകൾ കടക്കുന്തോറും അത് കുറച്ച് മെച്ചപ്പെട്ടു വന്നു. ഇന്ന് രാവിലെ 10:45 ലയണൽ മെസ്സി ഡൽഹിയിലേക്ക് എത്താനിരുന്നതാണ്. ഈ വ്യോമഗതാഗതം ബാധിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ വരലും വൈകിയിട്ടുണ്ട്. ഇനി എന്തായാലും 2 മണിയോടെ മാത്രമേ അദ്ദേഹം മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുള്ളൂ എന്നാണ് നിലവിൽ ഈ ടൂർ സംഘാടകരുമായി ബന്ധപ്പെട്ടും അറിയാൻ സാധിക്കുന്ന വിവരം. മറ്റൊന്ന്, ഡൽഹിയിലെ വായു മലിനീകരണമാണ്. അതും ഈ പുകമഞ്ഞോട് ചേർത്ത് തന്നെ രൂക്ഷമായി തുടരുന്നുണ്ട്. ഏകദേശം 500-നോടടുത്ത് AQI ഇന്നും രേഖപ്പെടുത്തുന്നുണ്ട്. അതും 38 പരിശോധനാ കേന്ദ്രങ്ങളിൽ 28-ന് മുകളിലും ഏകദേശം 450-ന് മുകളിൽ തന്നെയാണ് കണക്ക്. 400-ന് താഴെയായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരോട് കഴിവതും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലെങ്കിലും സ്ഥിതി മെച്ചപ്പെടുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഡൽഹിയെ സംബന്ധിച്ച് ശീതകാലത്തിലെ ആദ്യ കനത്ത മൂടൽമഞ്ഞായിരുന്നു ഉണ്ടായത്. അടുത്ത ദിവസങ്ങളും സമാന രീതിയിലുണ്ടാകും. ഈ മൂടൽമഞ്ഞ് വർദ്ധിക്കുന്നതനുസരിച്ച് പുകയും കാര്യമായിട്ട് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്, അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.